ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഉമ്മുക്കുൽസു ചിക്കൻ ആണ്. അപ്പോൾ ഉമ്മുക്കുൽസു ചിക്കൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു ഫുൾ ചിക്കൻ ആണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മല്ലി എടുത്തിട്ടുണ്ട്, കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ സ്പൂണോളം വലിയ ജീരകവും അതുപോലെ ചെറിയ ജീരകവും കൂടി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചതിന് ശേഷം ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം. കുറച്ച് ലൈം ജ്യൂസ് വേണം, അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം, അതുപോലെ കാശ്മീരി ചില്ലി പൗഡർ വേണം, കുറച്ച് സാൾട്ട്, പെപ്പർ പൗഡർ, അതുപോലെ മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് സാദാ മുളക് പൊടി കൂടി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു മീഡിയം സൈസുള്ള സവാളയും അതുപോലെ തക്കാളിയും എടുത്തിട്ടുണ്ട്, ഒരല്പം മല്ലിച്ചപ്പ് കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1-2 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഒരു ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ ഒരു 1/2 ടേബിൾ സ്പൂണോളം സാദാ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി ചേർക്കുന്നത് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു മസാല പൗഡറാണ്. അതായത് ജീരകവും വറ്റൽമുളക് മല്ലിയൊക്കെ ചേർത്തിട്ട് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്തതാണ്. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു പേസ്റ്റ് നമുക്ക് കിട്ടും. ഇനി ഈ പേസ്റ്റ് നമുക്ക് ഇതുപോലെ ചിക്കനിലോട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചിക്കനിൽ പുരട്ടുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇതുപോലെ കട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കനിൽ മുകളിൽ ഇങ്ങനെ വരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഉള്ളിലേക്കൊക്കെ മസാല നന്നായിട്ട് ഇറങ്ങി ചെല്ലും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നന്നായിട്ട് ഉള്ളിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 2 സൈഡും ചെയ്തെടുക്കണം. ഇനി ഈ മസാല ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കണം, മാറ്റി വെക്കണം നമുക്ക്. ഇനി 2 മണിക്കൂറിന് ശേഷം ഇതുപോലെ ഒരു പ്രഷർ കുക്കർ എടുക്കുക. അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം, ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലാണ് നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ സെറ്റാൻ വേണ്ടി വെച്ചിട്ടുള്ള മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് സെറ്റാൻ വേണ്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 1-2 വിസിൽ കുക്ക് ചെയ്താൽ മതി. ഇളയ കോഴിയാണെങ്കിൽ 1 വിസിൽ മതി. കുറച്ചും കൂടി വലിയ കോഴിയാകുമ്പോൾ 2 വിസിൽ വേണ്ടി വരും. അപ്പോൾ ഇനി ഇതൊന്ന് വിസിലിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു തവ എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. 2 സൈഡും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഫില്ലിങ്ങിനായിട്ട് ഒരു സവാളയും അതുപോലെ ഒരു തക്കാളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിലിലേക്ക് തന്നെ നമുക്കൊരു മീഡിയം സൈസിലുള്ള ഒരു സവാള ചോപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില അല്ലെങ്കിൽ കറി ലീവ്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1-2 മുളക് കീറിയിട്ട് കൊടുക്കാം. ഇത് ചിക്കനകത്തേക്കുള്ള ഒരു ഫില്ലിംഗ് ആണ് നമ്മളിവിടെ തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നേരത്തെ നമ്മൾ ഉണ്ടാക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ്, മസാലയുടെ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ബാക്കി വന്നിട്ടുള്ളതാണിത്. അപ്പോൾ ഈ ഒരു മസാല പേസ്റ്റ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു പുഴുങ്ങിയിട്ടുള്ള കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോഴിമുട്ടയോ അല്ലെങ്കിൽ കാടമുട്ടയോ പുഴുങ്ങിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചിക്കനകത്തേക്കുള്ള ഫില്ലിംഗ് ആണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്, ഫില്ലിംഗ് കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം.
ഇനി ഈ ഒരു മസാല നമുക്ക് ചിക്കൻ അകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. കൂടെ മുട്ടയും കൂടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ എങ്ങനെയാണ് ഉമ്മുകുൽസ് ആക്കി എടുക്കുന്നത് നോക്കാം. ആയിട്ട് ഒരു മുട്ടയും ടൂത്ത് പിക്കും എടുത്തിട്ടുണ്ട്. ഗ്രാമ്പൂ എടുത്തിട്ട് കണ്ണും ചെയ്ത് കൊടുക്കാം. അതുപോലെ വായ് ഭാഗത്ത് ഒരു ക്യാരറ്റിന്റെ ഒരു പീസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അലുമിനിയം ഫോയിൽ എടുത്തിട്ട് ഇതിന്റെ തട്ടം കൂടെ റെഡിയാക്കി കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഉമ്മുകുൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ കൂടുതൽ റെസിപ്പീസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്